അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശ മനസ്സിൽ വെച്ച് ബാലട്ടൻ വെല്ലുവിളിച്ചു. ആൺകുട്ടികൾ ഏറ്റെടുത്തു. ജിന്ന് വന്നതില്ല, സഹായം കിട്ടിയില്ല. ജിന്ന് ചാദിച്ചതോർത്ത് ബാലേട്ടൻ ബേജാറായി. നെഞ്ച് തകർന്നു പോയി. ബാലേട്ടൻ കിടപ്പിലായി. മുജാഹിദ് ബാലുശ്ശേരി വലിയ വായിൽ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഉടനെ തന്നെ ആൺകുട്ടികൾ ഏറ്റെടുത്തുകൊണ്ട് വിസ്റ്റം നേതൃത്വത്തിന് എഴുത്തു കൊടുത്തു. പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയെയും പരിവാരങ്ങളെയും ആ വഴിക്ക് കണ്ടിട്ടില്ല. ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിയെ കാത്തിരിക്കുകയാണ്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ മുജാഹിദ് ബാലുശ്ശേരിയെ. ആ വഴിക്ക് പിന്നീട് അദ്ദേഹം വെറുതെ പോലും യാത്ര ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. മാത്രവുമല്ല, എഴുത്ത് കിട്ടിയപ്പോൾ മുതൽ അദ്ദേഹം കിടപ്പിലായി. കോയമ്പത്തൂർ കുപ്പസ്വാമി ക്ഷേത്രത്തിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്നെ വിനയായിട്ടുള്ള ആ വെല്ലുവിളി നമുക്കൊന്ന് കേൾക്കാം. അതിനു മുമ്പ് ആ വെല്ലുവിളി നടത്താൻ തന്നെ മുജാഹിദ് ബാലുശ്ശേരിക്ക് യോഗ്യതയുണ്ടോ എന്നൊന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് KNM-കാരുടെ വെല്ലുവിളിക്ക് മാലിക് സലഫി കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് തൊബരിയിലുണ്ടോ അല്ലേ? നിങ്ങൾ തഫ്സീറൊന്നും നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട, ഒക്കെ വായിച്ചിട്ട് വരി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ, 100 വട്ടം തയ്യാറാ. അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞത്? ജിന്നുകൾ എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. ഞങ്ങളതിന് ഖാദിറല്ല. അതുകൊണ്ട് അതിന് അബ്ദുറഹ്മാൻ സലഫിയുടേത് തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന് ജിന്നുകൾ പറയുന്നു. ഞങ്ങളല്ല പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി നടത്തിയ ദുർവ്യാഖ്യാനമാണെന്ന് സാക്ഷാ ജിന്നുകൾ തന്നെ പറയുന്നു. പിടിച്ച ഒരു തഫ്സീർ. ഇനിയോ മഹാസിനു തഅ്വീൽ ഖാസിമി, സലഫി പണ്ഡിതനാണ് അദ്ദേഹം. മറ്റേ മൂത്താടൻ ഖാസിമി അല്ല കേട്ടോ, ഞാൻ പറയണ്ട. ഇത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാ. മഹാസിനു തഅ്വീൽ ഖാസിമി സലഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തഫ്സീർ കേട്ടോ. ഫഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ മാ കാനൂ യഅതഖിദൂന ഫിൽ ജാഹിലിയത്തി. ഈ പറയുന്നത് അവിടെ ജിന്നുണ്ട് എന്ന വിശ്വാസം അത് ജാഹിലിയത്തിലെ അഖീദയായിരുന്നു. എന്താ ഒരു അഖീദ? ശരിക്ക് കേട്ടോ. മിൻ അന്നൽ വുദിയാന മഖറുൽ ജിന്നി. ഈ ജിന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില വാദികളാണ്. ആ വാദികളൊക്കെ ജിന്നുകളുടെ മഖറാണ്. ആ ജിന്നുകളുടെ ഹാദിറുണ്ടാകും എന്നത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. ഇതൊക്കെ വിഷയമായപ്പോഴാണ് ഇവർക്കിത് പറയേണ്ടി വന്നത്. അതിന്റെ കുറ്റം നമ്മളുടെ തലയിലിട്ടിട്ട് കാര്യമില്ല. വീണ്ടും നോക്കൂ പറയുന്നത്. നമ്മൾ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ് എന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വാദം എന്താ? അതും ആളുകൾക്ക് മനസ്സിലായില്ലേ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് എന്നതിന് നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ ഇവരെ വാദം എന്താ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നോട് തേടിയാൽ ശിർക്കല്ല. അത് നമ്മൾ പറയുമ്പോൾ ഇതാ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇവരുടെ വാദമാണ് എന്നിവർ പറയുന്നു. എന്നാൽ അതൊന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞാലോ അത് പറയാൻ ഈ ആളുകൾക്ക് മടിയാണ്. കാരണം മുജാഹിദുകളുടെ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുന്ന, തൗഹീദ് അവശേഷിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഈ പിഴച്ച വിശ്വാസം കയറില്ല. സൂറത്ത് ജിന്നിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചു. അപ്പോൾ അതിന് കായക്കൂടി പറഞ്ഞു, വിശദീകരണം പറഞ്ഞു. അത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. പിന്നെ തഫ്സീർ ഇബ്നു കസീറുണ്ട്. ഞാൻ എൻ്റെ പരപ്പനങ്ങാടി പ്രഭാഷണത്തിൽ പറഞ്ഞു, തഫ്സീർ ഇബ്നു കസീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാണ്. നിങ്ങൾ ആയത്തും ദുർവ്യാഖ്യാനിച്ചു, തഫ്സീറും ദുർവ്യാഖ്യാനിച്ചു. ഇനി ആ ആയത്തിൽ പറയുന്ന ജിന്ന് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ജിന്നല്ല. കാരണം അവിടെ ആ ചോദിക്കപ്പെട്ട വസ്തു കൊടുക്കാൻ ആ ജിന്ന് ഖാദിറല്ല. അതിനുവേണ്ടി സൂറത്തു ജിന്നിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഇമാം തൊബരിയുടെ തഫ്സീർ ഞാൻ വായിച്ചിരുന്നു. നഊദു ബി സയ്യിദി ഹാദൽ വാദി,
എന്ന് പറയുമ്പോൾ കാനു ഇദാ നസലു അൽ വാദിയ ഖാലു നഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി ഫതഖൂലുൽ ജിന്നു മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫ്അ. ഞങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം ജിന്നുകൾക്ക് യാതൊന്നിനും കഴിവില്ല എന്നാണ് ഈ പറയുന്നത് എന്ന് ഇമാം തൊബരി പറഞ്ഞു എന്നാണോ കായക്കൊടിയോട് ഉണ്ടെങ്കിൽ അത് പറയണം. നോക്കൂ, നിങ്ങൾ ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് കായക്കൊടി പറഞ്ഞു എന്നാണ്. ഞാനാണോ പറഞ്ഞത്? ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് ഇദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞ പരപ്പനങ്ങാടി പ്രസംഗം ഉണ്ടല്ലോ, ആ പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടു നോക്കൂ. പരപ്പനങ്ങാടിയിലെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞത്? ജിന്നോട് എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല. ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, വിഷ്ടം വിഭാഗത്തെ KNMകാർ വെല്ലുവിളിക്കുക, സംവാദത്തിനാണ് വെല്ലുവിളിക്കുന്നത്. വിഷ്ടം വിഭാഗത്തെ KNMകാർ സംവാദത്തിന് വെല്ലുവിളിക്കാൻ കാരണം എന്താ? വിഷ്ടം വിഭാഗം മുജാഹിദ് അല്ലാത്തത് കൊണ്ട്. അവർ ബഹുദൈവ വിശ്വാസികളാണെന്നാണ് KNMകാർ പറയുന്നത്. അനീഫ് കായക്കൊടിയെ വിളിച്ചിപ്പോ തന്നെ ചോദിച്ച മക്കാ മുശ്രിക്കുകൾക്ക് വിഗ്രഹമുണ്ടാക്കി കൊടുത്തവന്റെ പണിയാണ് വിഷ്ടം ജിന്നൂരികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഉടനടി മറുപടി തരും. ഇനി നമുക്ക് മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി ഒന്ന് കേട്ടു നോക്കാം. ചെയ്യുന്നു തെളിയിക്കാൻ EK സുന്നിയിലും AP സുന്നിയിലും പാണ്ഡിത്യമുള്ള വല്ലവരും ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഇത് ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ദീനിൽ തെളിവില്ലാത്തതാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ട്. അവിടെ മുഴുവൻ ചെലവും വ്യക്തിപരമായി മുജാഹിദ് ബാലുശ്ശേരി വഹിക്കും. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾ ഫ്ലൈറ്റ് ഇട്ടിട്ടാ വരുന്നത്, എന്റെ ടിക്കറ്റ് ഞാൻ എടുത്തു തരും. ഇത് വെല്ലുവിളിയാണ്. നിങ്ങൾ പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളിയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. നിലവിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് മുജാഹിദ് പ്രവർത്തകനാണെന്ന് പറയാനുള്ള യോഗ്യത ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖ ഞാൻ നേരത്തെ വിട്ടു. ഇനി ഞങ്ങൾ മുജാഹിദുകളാണ് എന്നാണ് വിഷ്ടം വിഭാഗത്തിന്റെ അവകാശമെങ്കിൽ KNMകാർ മുജാഹിദുകളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ സംവാദം ഏറ്റെടുക്കാൻ വേണ്ടത്. ഇതുവരെ ഏറ്റെടുത്തതായി കാണുന്നില്ല. ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി മുജാഹിദുകളാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായ ചാലിയത്തുള്ള സുന്നി പ്രവർത്തകർ നൽകിയ, സുന്നി നേതാക്കൾ നൽകിയ കത്ത് നിങ്ങളൊന്ന് കാണുക. മുജാഹിദ് ബാലുശ്ശേരി വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സുന്നി സംഘടന നൽകിയ കത്താണ് നിങ്ങൾ കാണുന്നത്. ഈ കത്ത് നൽകിയിട്ട് മാസങ്ങളേറെയായി ഇതുവരെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഗത്ത് നിന്ന് ഇതിനനുകൂലമായ ഒരു മറുപടി, സംവാദം നടത്താമെന്ന ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയോട് ഇനി ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിപ്പോവരുതെന്നാണ് വിഷ്ടം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരിയെ താക്കീത് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം KNMകാർ തന്നെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് വിഷ്ടംകാർ കുടുങ്ങിയിരിക്കുക. പിന്നെ അങ്ങനെ അവര് സുന്നി പ്രവർത്തകരോട് സംവാദത്തിന് വരും, ആലോചിക്കാൻ പോലും അവർക്ക് വയ്യ. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ വായക്ക് സീല് വെച്ചിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, വിഷ്ടംകാർക്കും അറിയാം സംവാദം നടത്തിയാൽ അവിടെ ചോദ്യം വരും. 2013 മുമ്പ് ജിന്ന് പൂജയായിരുന്ന സംഗതി ഇപ്പോൾ നിങ്ങൾക്ക് ജിന്ന് പൂജയല്ല. അപ്പോൾ 2013 മുമ്പ് നിങ്ങൾ വിശ്വസിച്ചതാണോ യഥാർത്ഥ തൗഹീദ്? അതാണോ ഇസ്ലാം? അതല്ല 2013 ശേഷമുള്ളതാണോ ഇസ്ലാം? അതാണോ തൗഹീദ്? പ്രമാണം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് തെളിയിക്കണമെന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് എന്ന് അവകാശപ്പെടുന്ന വിഷ്ടം ജിന്നൂരികൾ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടും. അതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനത്തിന്റെ ആപ്പീസ് പൂട്ടുമെന്ന് മുജാഹിദ് ബാലുശ്ശേരിക്ക് വിവരമില്ലെങ്കിലും വിഷ്ടം ജിന്നൂരികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരിയോട് മിണ്ടരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അതോടുകൂടിയാണ് മൂപ്പര് രോഗിയാകുന്നത്, അതോടുകൂടിയാണ് മൂപ്പര് കിടപ്പിലായത്. ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് തന്നെ
മാസങ്ങളായി. പക്ഷേ ഈ എഴുത്ത് സ്വീകരിച്ചുകൊണ്ട് സംവാദത്തിന് തയ്യാറാണെന്ന് ഇതുവരെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടില്ല. അതിനായി സുന്നി പ്രവർത്തകർ ഇപ്പോഴും കാത്തിരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.